നവാഗതനായിട്ടുള്ള ജിത്തു സതീശൻ മംഗളത്ത് എഴുതി സംവിധാനം ചെയ്തു വന്നിട്ടുള്ള സിനിമയാണ് സംഭവം അധ്യായം 1. ഈ സിനിമ നിങ്ങളെല്ലാവരും പോയി കാണണം കേട്ടോ. ഇത് പരാജയപ്പെടാൻ പാടില്ല. കാരണം ഒരു ഒരു ചെറിയ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ട് അവരുടെ ഒരു വിഷനുണ്ട് ഈ സിനിമയ്ക്ക്. അതിനോട് ചേരുന്ന രീതിയിൽ ബഡ്ജറ്റിനെ കോർഡിനേറ്റ് ചെയ്ത് അത് വൃത്തികേടാക്കാതെ ടെക്നിക്കലി അത്ര നന്നായിട്ട് മികച്ചിരിക്കുന്ന നല്ലൊരു കണ്ടൻ്റുള്ള അത് നല്ല എൻഗേജിങ് ആയിട്ട് ഡെലിവറി ചെയ്ത ഒരു സിനിമ, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ, അത് പരാജയപ്പെടാൻ പാടില്ല. ഇപ്പോൾ വലിയ സ്റ്റാർ കാസ്റ്റോ വലിയ സംഭവങ്ങളോ ഹൈപ്പോ ബഹളങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ തിയേറ്ററിൽ കാണൂ എന്നുള്ള ഒരു വാശി മലയാളിയെ കൊണ്ട് അത് പാടില്ല. ഇത് നിങ്ങൾക്ക് 100% ഇത് ഇഷ്ടപ്പെടും. അത് ഞാൻ ഉറപ്പ് തരാം. ഈ സിനിമ ഇത് പോയി കാണുക. ഇതിൽ കുറവുകളൊന്നും ഇല്ലാത്ത പടമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ടൈം ലൂപ്പ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഒരുപാട് ടൈം ലൂപ്പ് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല പല ലാംഗ്വേജിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചലഞ്ചായിട്ട് വേറൊരു സാധനം ഇങ്ങനെ ഇതിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു ചിന്തയുണ്ട്. ആ ചിന്തയിലേക്ക് ഉണ്ടായ ഒരു സിനിമ. ഈ സിനിമയിൽ പല പല ടൈം ലൈൻസ് വന്നു പോയിട്ടുണ്ട്. അതിൽ ഇവർ കാണിച്ച ബ്രില്യൻസ്, ഇതൊരു കാടിനകത്താണ് ഈ ടൈം ലൂപ്പ് നടക്കുന്നത്. ഇപ്പം തന്നെ കാട് എല്ലാ കാലഘട്ടത്തിലും കാട് തന്നെയല്ലോ. അപ്പം അവിടുത്തെ ഒരു സ്ഥലം മാറ്റി ഇത് മാറ്റി അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവർക്ക് വരുന്നില്ല. പക്ഷേ എന്നാൽ നമുക്കത് മടുപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം. ഇപ്പോൾ നമ്മുടെ ആനന്ദ് എന്നുള്ളൊരു കഥാപാത്രമായിട്ടാണ് ആസിഫ് അലിയുടെ സഹോദരനായിട്ടുള്ള അസ്കർ അലി ഇതിനകത്ത് വരുന്നത്. മുമ്പത്തെ സിനിമയെക്കാളൊക്കെ അഭിനയമൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഡയലോഗ് ഡെലിവറി. ഇദ്ദേഹം ഒരു പോലീസ് ഓഫീസറാണ്. മകള് ജനിക്കാൻ പോകുന്നു. ആ സമയത്ത് ഡ്യൂട്ടി കയറുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു കാടിനകത്ത് ഇവരും കുറച്ച് കൂട്ടാളികളും അകപ്പെടുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇവർ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി ഇത് ഇങ്ങനെ എന്താണെന്ന് അറിയാതെ കുറേ സാധനങ്ങൾ പരസ്പര ബന്ധമില്ലാതെ നമ്മളിങ്ങനെ കാണിച്ചു പോകണം. അപ്പോൾ തന്നെ ഇത് എന്തായതെന്ന് നമുക്കൊരു കണക്ഷൻ കിട്ടാത്തില്ല. അതെങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിങ്ങനെ കാണിച്ചിട്ട് പിന്നെ അതിൻ്റെ ചുരുളഴിച്ചെടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ ആ സെറ്റപ്പ് നന്നായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ പിന്നെ ലൂപ്പ് കിടക്കും. ലൂപ്പോട് ലൂപ്പ്. ഈ ലൂപ്പ് ഇയാൾ ഇതിനെ എങ്ങനെ ഊരും എന്നുള്ള ആകാംക്ഷ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഭയങ്കര സ്പൂൺ ഫീഡിങ്. ഇപ്പം പ്രേക്ഷകർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുണ്ട്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ചിലർക്കൊന്നും ഇതെന്തൊരു തേങ്ങ മനസ്സിലാവാത്തവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ അത് നമുക്ക് മനസ്സിലായവർക്ക് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ കാണിച്ച് പറഞ്ഞിരിക്കുമ്പം നമുക്കതൊരുമാതിരി ഒരു ആവർത്തന വിരസത പോലത്തെ ഒരു സംഭവം ഫീൽ ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, അവിടെ കുറേ ആൾക്കാരുടെ പെർഫോമൻസ്, എസ്പെഷ്യലി കുറേ തമിഴന്മാരുണ്ട്. ഈ തമിഴന്മാർ ഇവരുടെ തമിഴ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ മലയാളികളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവരുടെ തമിഴ് ഡബ്ബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹിന്ദി സിനിമകളൊക്കെ തമിഴ് ഡബ്ബ് ചെയ്തിറക്കുമ്പോൾ ഉള്ള ഒരു ഡബ്ബിങ്ങില്ലേ, നമ്മളെ മലയാളത്തിൽ ഇവിടെ ശോഭി തിലകനൊക്കെ ചെയ്യും പോലത്തെ അതുപോലത്തെ ഒരു തമിഴ് ഒരു ഒട്ടും റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യില്ല. അവിടെ അത്രയും ഒരു ഏച്ചെട്ടൽ ഫീൽ ചെയ്തിട്ടുണ്ട്. സിനിമയാണ് കാണുന്നത് എന്നുള്ളൊരു സാധനം വന്നു. പക്ഷെ ബാക്കി സമയത്ത് ഈ കാടിൻ്റെ ഈ ലൂപ്പ് നടക്കുമ്പോഴും ആ പശ്ചാത്തലത്തിലേക്ക് ആ കാട്ടിലേക്ക് നമ്മളെ കൂടെ കൊണ്ടുപോയവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ ഇത് വരുമ്പം ചെറിയ ഒരു കല്ലുകടി ഫീൽ ചെയ്യുന്നുണ്ട്. അത് വലിയ നെഗറ്റീവ് ഒന്നുമല്ല. അത് ചിലപ്പം കുറച്ച് സ്പൂൺ ഫീഡിങ് വേണം. എനിക്കതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാലേ മനസ്സിലാവുള്ളൂ. എക്കോടെ ക്ലൈമാക്സ് ഒക്കെ ഒരു 50 പേര് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാതരം ഓഡിയൻസിന് ഈ ഒരു ജോൺറയിലോട്ട് ഒരു അടുപ്പം വരുമല്ലോ. അങ്ങനെ നോക്കിയാൽ അത് ഓക്കെയാണ്. അങ്ങനെ ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഊരുമോ ഇല്ലയോ, ഇത് ഏത് ടൈം ലൈനിലാണ് ഓടണത്, ഇതിന്ന് എങ്ങനെ ഒരു മാറ്റം സാധ്യമാകും എന്നുള്ളിടത്ത് ആ ഒരു ആകാംക്ഷ നിലനിർത്തി പടം മുന്നോട്ട് പോകുന്നത്. ക്ലൈമാക്സ് ഒക്കെ എത്തിയപ്പം കിടുവാണ്. ക്ലൈമാക്സ് എൻഡ് ചെയ്യിപ്പിച്ച രീതി. പിന്നെ അവിടെ കുറേ ലോജിക്ക് രണ്ട് പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, എനിക്ക് ഫീൽ ചെയ്തത്. നല്ല ഈ ലൂപ്പ് നടക്കുന്നിടത്തും അവർ ഈ പുറത്ത് അല്ലാത്ത ആൾക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ആ ടൈം ലൈൻ എങ്ങനെ അത് സെറ്റാവും എന്നുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അങ്ങനെയാണെങ്കിൽ പുറത്തും ലൂപ്പ് നടക്കണമല്ലോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. അതുമാത്രമല്ല, ഒരാൾ അയാൾക്ക് അറിയാമെന്നുള്ള ഒരാളെ കാണുകയാണ്. അയാളെ കാണുമ്പം ഇതിന് മുമ്പേ അയാളെ അവിടെ വെച്ച് കണ്ടു. അപ്പോൾ അയാളെ തിരിച്ചറിയുന്നില്ല. അതെനിക്ക് മനസ്സിലായില്ല. അതും തിരിച്ചറിയണ സമയത്ത് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണ സമയത്ത് ഇവരുടെ ഒരു റിയാക്ഷൻ കണ്ടിട്ട് ഇവർ ഇങ്ങനത്തെ ഒരു ബന്ധമുള്ള ഒരാളാണ് എന്നുള്ളൊരു ഫീൽ വരുന്നില്ല. രണ്ടുപേരും ഒന്ന് സംസാരിക്കണം എന്നുള്ളത്. അങ്ങനെ കുറച്ചിടത്ത് സ്ക്രിപ്റ്റ് ഇവർ ഇങ്ങനെ ഒരു ബന്ധമുള്ള ആൾക്കാരല്ലേ, കുറച്ചിടത്ത് ഈ സ്ക്രിപ്റ്റ് സാധനം ഇത് വർക്കൗട്ടായില്ല. പിന്നെ കുറേ കഥാപാത്രങ്ങളെ ഫോഴ്സ്ഡായിട്ട് ഈ സ്ഥലത്ത് കൊണ്ടുവരണമെന്നുള്ള നിർബന്ധം പിടിച്ചതുപോലെ അവരൊക്കെ അത് കുറേ കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ പാർട്ടിൽ കിട്ടുള്ളൂ. രണ്ടാമത്തെ പാർട്ട് ഭയങ്കര ബഡ്ജറ്റ് സാധനമായിരിക്കും, ബിഗ് ബഡ്ജറ്റ്. കുറേ നമുക്ക് ടൈമിൽ ബാക്കിലോട്ട് പോകാനുണ്ട്. അവിടെ ഈ മറ്റേ ഗ്രാഫിക്സ് ഇട്ട് കാണിക്കാൻ പറ്റില്ലേ, വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പൊക്കും. അപ്പം അതിന് പൈസ ഇറക്കണം. അതുകൊണ്ട് ആ പടത്തിനാണ് ഞാൻ വെയിറ്റ് ചെയ്യണത്. ആ പടം കാണണമെങ്കിൽ ഇത് വിജയിക്കണം. ഇത് വിജയിച്ച് കുറച്ച് ബഡ്ജറ്റ് ഈ ഒരു സാധനത്തിൽ ഈ ഡയറക്ടറെ വിശ്വസിച്ച് അടുത്ത പടത്തിന് ഇറക്കിയാൽ മാത്രമേ അതൊരു വൻ സംഭവമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത് വൻ സംഭവമായിരിക്കും.
അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പായിട്ടാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തത്. ഈ സിനിമയിൽ പിന്നെ വിനീത് കുമാർ ഒരു റോൾ ചെയ്തിട്ടുണ്ട്, ഒരു കലിപ്പനായിട്ടുള്ള പോലീസുകാർ. എന്തിനാണ് കലിപ്പനായിട്ട് കൊടുത്തതെന്നൊക്കെ ഉള്ളതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അത് ചിലപ്പോൾ അടുത്ത പടത്തിൽ വരുമായിരിക്കും. കാരണം ഇതിൽ കുറേ കഥാപാത്രങ്ങൾക്ക് ഒരു എൻഡിങ് ഇല്ല എന്നുള്ള രീതിയിലാണ് പടം പോയിരിക്കുന്നത്. പിന്നെ സിദ്ധാർത്ഥ് ഭരതനുണ്ട്, ആസ് യൂഷ്വൽ ഒരു കാമിയ പോലെ വന്ന് എന്തൊക്കെ ചെയ്തിട്ട് പോകുന്നത്, മരംകുത്തി റോളാണ്. അസീം ജമാലുണ്ട്, ഒരു പോലീസുകാരനായിട്ട് നല്ലൊരു പോലീസ് റോളായിരുന്നു. സെന്തിൽ കൃഷ്ണനുണ്ട്. ഫഹദ് സിദ്ദിഖ്, ഇദ്ദേഹം ഒരു ഇതിൻ്റെ പ്രൊഡ്യൂസർ കൂടിയാണ് കേട്ടോ. ഇദ്ദേഹം ഇതിൻ്റെ ഒരു പോലീസുകാരൻ തമിഴിനായിട്ട് വന്നിട്ടുള്ളത്. അതും ഈ മലയാളി വന്ന് തമിഴ് പറയുമ്പോഴത്തെ ഫീൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നല്ല ഒരുപാട് അഭിനയ പ്രാധാന്യമുള്ള റോളായിരുന്നു. കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു തോന്നി. പിന്നെ കൊടച്ചനാട് കനകം ഇവരൊക്കെ തന്നെയാണ് മറ്റ് വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വേറെ കുറേ പേരുണ്ട്, കുറേ തമിഴും കുറേ ഗുണ്ടകൾ, അങ്ങനത്തെ കുറേ പേരൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാക്കയുടെ ഒരു വിഗ്രഹമുണ്ട്, ഒരു അമ്പലം. അത് സെറ്റായിരുന്നു കേട്ടോ. അത് ഈ ഒരു സ്റ്റുഡിയോക്കകത്ത് കൊണ്ട് സാമാനമായിട്ട് വച്ചിരിക്കുമ്പോൾ അത്ര ഫീൽ വരുന്നില്ല. അത് അടിപൊളിയായിരുന്നു. ഗോഡ്വിൻ തോമസിൻ്റെ മ്യൂസിക്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഇതൊരു അറ്റ്മോസ്ഫിയർ നിന്ന് കണ്ടു കഴിഞ്ഞാൽ, വിഷ്ണു ഗോവിന്ദൊക്കെയാണ് ഓഡിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അറ്റ്മോസ്ഫിയർ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കാടിനകത്തുള്ള സാധനങ്ങൾ കുറേ ആസ്വദിക്കാൻ സാധിക്കും. അതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ടിങ് ഒക്കെ കിടിൽ വർക്കാണ്. അർജുൻ പ്രകാശിൻ്റെ എഡിറ്റിങ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പരിപാടി. ഇതിൽ ചില സിനിമകളെ പോലെ നമ്മളെ ബുദ്ധിജീവി കളിച്ച് ഒരുപാട് ചിന്തിച്ചെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പോൾ ടൈം ലൂപ്പ് പടങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്കും കൂടെ ഇത് മനസ്സിലാവുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ളവർക്ക്. അപ്പോൾ ഇത് ഒരു പരീക്ഷണമാണ്. ഇതൊക്കെ ഇദ്ദേഹത്തിന് വെച്ചെടുത്ത് കഴിഞ്ഞാൽ എത്ര ആൾക്കാർ തിയേറ്ററിൽ വരും എന്നുള്ളതൊന്നും നോക്കാതെ ആ ബഡ്ജറ്റിൽ അവർ ആ സാധനത്തിൻ്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും ഒരു വെള്ളം ചേർത്ത് കള്ളപ്പടി എടുത്ത് ചെയ്തിട്ടില്ല. എല്ലാം നല്ല പക്കയായിട്ട് സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും സിനിമയുടെ മേക്കിങ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനം ഉണ്ട്. പോയി കാണുക, വിജയിപ്പിക്കുക. നമുക്ക് ഇങ്ങനത്തെ സിനിമകൾ വിജയിച്ച് വരണം. നമുക്ക് ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അധികം വെറൈറ്റി ഓഫ് കണ്ടൻറ്റും ക്വാളിറ്റി വരുന്ന മലയാള ഇൻഡസ്ട്രിയാണ്. അതുപോലെ നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ, അതുപോലത്തെ സിനിമകൾ വരണമെങ്കിൽ, അതുപോലെ ചലഞ്ച് എടുക്കാൻ തയ്യാറാവണമെങ്കിൽ ഇത്തരം സിനിമകൾ തിയേറ്ററിൽ 100% വിജയിക്കേണ്ടതുണ്ട്. അത് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആമസോൺ, ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര മുതലായ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ കുറേ ഓഫർ ഡെയിലി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ പോകുന്ന അത്തരം ഓഫറുകളൊക്കെ നമ്മുടെ വാട്സാപ്പ് ചാനലിൽ റെഗുലർലി അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ വാട്സാപ്പ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. വരട്ടെ.